US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ യാത്ര ഇപ്പോൾ ലോകവാർത്തകളിൽ തരംഗമാകുന്നു. ആദ്യം ട്രംപ് എത്തിയത് സൗദി അറേബ്യയിലായിരുന്നു. അവിടെ ട്രംപ് കൂടിക്കാഴ്ച നടത്തിയവരിൽ ഒരാൾ സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് ജുലാനിയാണ്. അതെ, US ഭീകരനായി പ്രഖ്യാപിച്ച് തലയ്ക്ക് വിലയിട്ട അതേ ജുലാനി തന്നെ. യുവാവ്, സുന്ദരൻ, മിടുക്കൻ എന്നൊക്കെ വിളിച്ച ജുലാനിയെ പുകഴ്ത്താനും ട്രംപ് മറന്നില്ല. സൗദി അറേബ്യ അദ്ദേഹത്തിന് $600 ബില്യൺ വൻ കരാറാണ് വാഗ്ദാനം ചെയ്തത്. അതിനുശേഷം ഖത്തറിലേക്കായിരുന്നു ട്രംപിൻ്റെ യാത്ര. വിമാനം ഇറങ്ങുന്നതിന് മുമ്പേ തുടങ്ങി രാജകീയ വരവേൽപ്പ്. ട്രംപിൻ്റെ എയർഫോഴ്സ് 1 ഖത്തറിൻ്റെ ആകാശത്ത് പ്രവേശിച്ചപ്പോൾ 2 A-15 ജെറ്റുകൾ എസ്കോർട്ട് ചെയ്തു. ഖത്തർ അദ്ദേഹത്തെ സ്വീകരിച്ചത് ചുവന്ന പരവതാനി വിരിച്ചാണ്. ഒട്ടകങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ, ഖത്തർ അമീറുമായുള്ള ഹസ്തദാനം എന്നിവയും അകമ്പടിയായെത്തി. ഇത്ര മനോഹരമായ ഒട്ടകങ്ങളെ കണ്ടിട്ട് വർഷങ്ങളായി എന്നായിരുന്നു ട്രംപിൻ്റെ കമൻറ്റ്. ട്രംപ് ഖത്തറിലെ രാജകൊട്ടാരത്തിൻ്റെ ഭംഗി കണ്ട് ആശ്ചര്യപ്പെട്ടു. പെർഫെക്റ്റ് മാർബിൾ എന്ന് അത്ഭുതപ്പെടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ബിസിനസ് ചർച്ചകൾ തുടങ്ങി. US-ഉം ഖത്തറും $1.2 ട്രില്യൺ കരാറുകളിൽ ഒപ്പിട്ടു. ഡ്രോൺ പ്രതിരോധ സാങ്കേതികവിദ്യ, ഊർജ്ജ നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിർമ്മിത ബുദ്ധി മേഖലയിൽ മുന്നേറാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഞങ്ങൾ വളരെ കാലമായി സുഹൃത്തുക്കളാണ്, ട്രംപ് അമീറിനെ നോക്കി പറഞ്ഞു. ഞങ്ങൾ പരസ്പരം സഹായിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഖത്തർ എയർവേസ് 210 ബോയിങ് ജെറ്റുകൾ $96 ബില്യൺ വാങ്ങാനുള്ള കരാറിൽ ഒപ്പിട്ടു. ഇത് ഏറ്റവും വലിയ ഓർഡറാണ്. പ്രതിസന്ധിയിലായിരിക്കുന്ന ബോയിങ്ങിന് വലിയ സഹായമാണിത്. ഇത് ബോയിങ്ങിന് റെക്കോർഡാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഖത്തർ US കമ്പനികളിൽ നിന്ന് ഡ്രോണുകളും ഡ്രോൺ പ്രതിരോധ സാങ്കേതികവിദ്യയും വാങ്ങും. എന്നാൽ ഏറ്റവും വിവാദമായ കാര്യം, ഖത്തർ ട്രംപിന് $400 മില്യൺ വില വരുന്ന ഒരു ആഡംബര ബോയിങ് 747-8 ജെറ്റ് സമ്മാനിക്കുന്നു എന്നതാണ്. ഇതൊരു US പ്രസിഡന്റിന് ലഭിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ്. പലരും ഇതിനെ ധാർമ്മികമല്ലെന്ന് വിമർശിക്കുന്നു. ഡെമോക്രാറ്റുകളും ചില റിപ്പബ്ലിക്കന്മാരും ഇതിനെ കൈക്കൂലി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. എന്നാൽ ഖത്തർ ഈ വിമർശനങ്ങളെല്ലാം തള്ളിക്കളയുന്നു. ഞങ്ങൾ ഈ വിമാനം ഒരു അമേരിക്കൻ കമ്പനിയിൽ നിന്നാണ് വാങ്ങിയത്. ഖത്തർ പറയുന്നത് ഇങ്ങനെയാണ്. ഇത് US-ഉമായുള്ള ഞങ്ങളുടെ പങ്കാളിത്തത്തിൻ്റെ ഭാഗമാണെന്നും ഖത്തർ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് ഖത്തർ ട്രംപിന് ഇത്ര വിലയേറിയ സമ്മാനം നൽകുന്നത്? ഖത്തർ ഒരു ചെറിയ രാജ്യമാണ്. 11,000 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണം. ചില US സംസ്ഥാനങ്ങളെക്കാൾ ചെറുതാണിത്. ജനസംഖ്യ വെറും 27 ലക്ഷം പേർ മാത്രമാണ്. സൗദി അറേബ്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ 1/4 മാത്രമാണ് ഇവിടുത്തേത്. എന്നിട്ടും ഖത്തർ വലിയ സ്വാധീനം ചെലുത്തുന്നു. എന്തുകൊണ്ടാണത്? 1990കളിൽ US-ഉം സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം മോശമായപ്പോൾ ഖത്തറാണ് സഹായഹസ്തം നീട്ടിയത്. സൗദി അറേബ്യ US സൈനികരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഖത്തർ US-നെ ക്ഷണിച്ചു. US ഖത്തറിൽ അൽ ഉദായിദ് എയർബേസ് സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ അത് US സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാനമാണ്. ട്രംപ് ആ ബേസ് സന്ദർശിക്കുകയും ചെയ്തു. പുതിയ F-47 വിമാനത്തെക്കുറിച്ച് എന്തൊക്കെയോ ചർച്ചകൾ നടന്നു. US ഖത്തറിൻ്റെ രാജകുടുംബത്തെ സംരക്ഷിക്കുന്നു. ഖത്തർ പശ്ചിമേഷ്യയിലെ ഒരു സൈനിക താവളം നൽകുന്നു. 30 വർഷമായി ഈ കരാർ തുടരുന്നു. ഖത്തർ US സൈന്യത്തെ മാത്രമല്ല, മുസ്ലിം ബ്രദർഹുഡ്, താലിബാൻ, ഹമാസ് തുടങ്ങിയ വിവാദ ഗ്രൂപ്പുകളെയും ഹോസ്റ്റ് ചെയ്യുന്നു. ഇത് ഖത്തറിന് എല്ലായിടത്തും സ്വാധീനം നൽകുന്നു. US ഇതിനെ എതിർക്കുന്നില്ല. കാരണം ഖത്തർ വെറും ഒരു സഖ്യകക്ഷിയല്ല US-ന്. ഖത്തർ US-ൽ സ്വാധീനം നേടാൻ $100 ബില്യൺ ചെലവഴിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. 1986 മുതൽ US സർവകലാശാലകൾക്ക് $6.3 ബില്യൺ നൽകി. മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ നൽകി. ഖത്തർ ഫൗണ്ടേഷൻ ഇൻ്റർനാഷണൽ US പൊതുവിദ്യാലയങ്ങളിൽ അറബിക് പ്രോഗ്രാമുകൾക്കായി ലക്ഷക്കണക്കിന് ഡോളർ നൽകുന്നു. മറ്റ് നിരവധി സഹായങ്ങളും. ഖത്തറിന് എന്താണ് വേണ്ടത്? ആഗോളതലത്തിലൊരു ഇരിപ്പിടം, അനുകൂല നിലപാട്, ഖത്തറിനോട് ചേർന്ന് നിൽക്കുന്ന വിദേശ നയം. ഇതാണ് ഖത്തറിൻ്റെ ലക്ഷ്യം. ട്രംപിന് $400 മില്യൺ ജെറ്റ് നൽകുന്നത് വെറുമൊരു സമ്മാനമല്ല. അത് തന്ത്രപരമായ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയുള്ള നീക്കമാണ്. ട്രംപിൻ്റെ അനുഗ്രഹത്തിൻ്റെ മൂല്യം ഖത്തറിന് നന്നായി അറിയാം. ആഗോള നയതന്ത്രത്തിൽ അത് വെറും സൗഹൃദമല്ല, അതൊരു ഇൻഷുറൻസ് ആണ്.